ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഞാച്ചൂസ് പേരിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു അടിപൊളി മസാലയൊക്കെ തയ്യാറാക്കി നമുക്കൊരു സ്നാക്സ് തയ്യാറാക്കിയാലോ. അപ്പോൾ കുറഞ്ഞ ചേരുവകളിൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇത് തയ്യാറാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ എണ്ണ ഒരു 2-2.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ചേർത്ത് അതൊന്ന് ചൂടാവുന്ന സമയത്തിന് നമുക്ക് സവാളയാണ് വേണ്ടത്. സവാള ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് നമുക്കൊരു 2 സവാള എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് ക്യാരറ്റ്, കാബേജ് ഇതൊക്കെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിനി കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ സ്നാക്സിൽ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അതൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ്. തയ്യാറാക്കി നോക്കുക. അപ്പോൾ നല്ലതുപോലെ വാടി കിട്ടിയതിന് ശേഷം ഞാൻ ചിക്കൻ മസാല ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടിയതിന് ശേഷമാണ് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടി നമ്മളിതിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെയാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല കയ്യിലില്ലെങ്കിൽ ഗരം മസാല പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. വലുതായിട്ട് അങ്ങ് പൊടിച്ചെടുത്തിട്ടില്ല, കുറച്ച് അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൂടി ഇതിലോട്ട് ചേർത്തൊന്ന് യോജിപ്പിച്ചെടുക്കുക. ചിക്കനിലോട്ട് ഉപ്പ് മാത്രം ചേർത്തൊന്ന് വേവിച്ചെടുത്താണ്. ഒരു ഉരുളക്കിഴങ്ങ് പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുക. അതുകൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് ഉടച്ച് ഇതിലോട്ട് എല്ലാ ഭാഗത്തും ആകുന്ന രൂപത്തിലാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കുറച്ച് ഇതിനെയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്ന രൂപത്തിലായി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടി 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഈ സമയത്തിന് ഞാൻ ഇതുപോലെ ആയതിനു ശേഷം ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 3 ബ്രെഡോളം എടുത്ത് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഇതുപോലെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിപ്പോൾ വറുത്തെടുത്ത ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 3 ടേബിൾ സ്പൂൺ. അതില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. പിന്നെ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടി ഞാൻ ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ഇതിലോട്ട് ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ ബ്രെഡ് ക്രംസ് ചേർത്തതിന് ശേഷം മാത്രം നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്ത് നല്ലതുപോലെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. എല്ലായിടത്തും ആകുന്ന രൂപത്തിലാക്കിയെടുക്കുക. ഇതുപോലെ വെള്ളമൊന്നും ഇല്ലാതെ നല്ലതുപോലെ വറ്റിച്ച് ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഇനിയൊന്ന് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് വെച്ച് കൊടുക്കാം. ചെറിയ രീതിയിലൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിനി ബാക്കി ചെയ്യാം. അങ്ങനെ അത് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ദാണ്ടെ അതൊക്കെ ഒന്ന് തണുത്ത് കിട്ടിയിട്ട് ഞാൻ കുറച്ച് സമൂസ ഷീറ്റും എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് മൈദ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് പേസ്റ്റ് ആക്കി എടുത്തതാണ്. അപ്പോൾ സമൂസ ഷീറ്റ് ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കുക. നമ്മുടെ ഫില്ലിങ്ങിൽ നിന്ന് നല്ല ഒരു ബൗൾ പീസ് എടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി ഇതുപോലെ ഇതിലോട്ട് ആക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി ഭാഗത്ത് ഇതുപോലെ നമുക്ക് പശ തേക്കുന്നത് പോലെ ഇതുപോലെ ഒന്ന് ഫില്ലിങ് തേച്ച് കൊടുത്തതിന് ശേഷം എന്നിട്ട് നമ്മുടെ ഈ ബാക്കി ഭാഗത്ത് കൂടി ഇത് നല്ല കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടി ഇതിൽ ബാക്കിയുള്ള മസാലയിൽ നിന്ന് കുറച്ചുകൂടി എടുത്ത് ഇതിലോട്ട് നല്ല ഇതായിട്ട് നിറഞ്ഞ് നിൽക്കണം മസാല. എന്നാൽ മാത്രമേ അതിന് നല്ല രീതിയിൽ വരുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് കുറച്ച് ഭാഗത്തുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ആക്കി എടുക്കുകയാണ്. മസാല നിറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ബാക്കി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലോട്ട് ഇനി ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ കാണിക്കാം. കുറച്ചെടുത്ത് ഇതുപോലെ അളവിനാക്കി വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഇതൊന്ന് പശ പോലെ തേച്ച് ഇതുപോലെ ഒട്ടിക്കുക. ബാക്കി സ്ഥലത്ത് കുറച്ചുകൂടി മസാല ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. 2 ഭാഗത്തും ഒന്ന് നിറച്ച് ഫില്ല് ചെയ്ത് വിട്ടു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാം തയ്യാറാക്കി എടുക്കാം. ഇതേ കണ്ടല്ലോ. അപ്പോൾ ഇതേ ഷേപ്പിലാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇതുപോലെ തയ്യാറാക്കിയിട്ട് എനിക്കിത് 8 സ്നാക്സാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിപ്പോൾ പശ തേച്ചതിൽ ബാക്കി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുറച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ
ഈ മാവിൻ്റെ ഈ കോട്ടിങ്ങിലോട്ട് ഒരു സൈഡ് ഇതുപോലെ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിലോട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനൊരു ചെറിയൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്, അല്ലാതെ ഇതിന് വേറെ പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. മൊത്തത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ മൈദയുടെ കോട്ടിങ്ങാണ്. ഞാൻ മുട്ടയൊന്നും ഇതിലോട്ട് പിന്നെ ഇനി ചേർത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കുക. എല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുക. അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. 8 എണ്ണമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സ്നാക്സുകളൊക്കെ പൊരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ആ എണ്ണയിലോട്ടാണ് ഞാൻ വീണ്ടും ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് പൊരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ മസാല തയ്യാറാക്കിയത് നമ്മുടെ വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടത് ഇതുപോലെ ഒന്ന് മുരിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണ്. ആ മസാല നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ മസാല നിങ്ങൾ തയ്യാറാക്കി നോക്കുക. പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും മാത്രമാണ് നമ്മളിതിലോട്ട് ചേർത്തിരിക്കുന്നത്. ഇതിലോട്ട് വേറെ മുളക് പൊടിയും മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതൊന്നും തന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമ്മുടെ സ്നാക്സ് തയ്യാറായിട്ടുണ്ട്. ഇതേ കണ്ടല്ലോ, നല്ല മുരുമുര ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അകത്തുള്ള മസാലയും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് കാണിക്കപ്പോൾ നോമ്പ് സമയമായതുകൊണ്ട് കഴിച്ച് കാണിക്കുന്നില്ല. അപ്പോൾ ഇതുപോലെയാണ് ഒന്ന് മുക്കിയെടുത്ത് ഒന്ന് കഴിച്ചു നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ആവശ്യത്തിന് എരിവൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും കാണുന്നവർ ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.